സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായ സ്നേഹം അറിയിക്കുന്നു. ഇത് ഞാൻ സാധാരണ ചെയ്യാറുള്ള വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ജോൺ ലോറൻസിനോട്. എൻ്റെ വീഡിയോകളുടെ താഴെ വന്ന് നിരന്തരമായി കമൻ്റ് ഇടുന്ന ഒരാളാണ് ജോൺ ലോറൻസ്. ജോൺ ലോറൻസിൻ്റെ കമൻറ്റുകൾ ചിലരൊക്കെ വായിച്ചിട്ടുണ്ട്, ഞാനും വായിക്കാറുണ്ട്. സാധാരണ നമ്മൾ പ്രതിഷേധം അറിയിക്കുന്ന കമൻസുകളിൽ നമ്മൾ പ്രതിഷേധം അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ വിരോധം അറിയിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ചില എറ്റിക്കറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ചെറിയ എറ്റിക്കറ്റ്സ്, അങ്ങനെയുള്ള എറ്റിക്കറ്റ്സ് മെയിൻറ്റെയിൻ ഇല്ല എന്ന് മാത്രമല്ല, വളരെ നീചവും നികൃഷ്ടമായ ഭാഷയിൽ പോടാ പട്ടിയെന്ന് വരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള മറ്റു പല മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്നെ ചീത്ത വിളിക്കുന്ന, അതിലെന്തോ ഒരു സംതൃപ്തി കണ്ടെത്തുന്ന ആളാണ് ജോൺ ലോറൻസ് എന്നുള്ള ലോറൻസിൻ്റെ കമൻറ്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അതിനോട് പ്രതികരിക്കാതിരുന്നത്, മിണ്ടാതിരുന്ന് ചോദിച്ചാൽ, എനിക്ക് അതിനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ്. കാരണം ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുണ്ട്. അതുതന്നെ എൻ്റെ ടൈമിൻ്റെ നല്ല ഭാഗം. പിന്നെ വീഡിയോസ് ചെയ്യണം, പിന്നെ എഴുത്തുകളുണ്ട്, പുസ്തകം എഴുതുന്നുണ്ട്, ഇങ്ങനെ പല കാര്യമുള്ളതുകൊണ്ട് സമയം കിട്ടിയില്ല. അപ്പം നിരന്തരമായിട്ടൊരാൾ നമ്മളുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് പറയുകയും നമ്മൾ അത് നിരന്തരമായിട്ട് ഇഗ്നോർ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഒരു ശരിയായ കാര്യമല്ലല്ലോ. ഈ കമൻറ്റ് പറയുന്ന ആളിനോട് നമ്മൾക്കുള്ള പ്രതികരണം എന്താണെന്ന് അദ്ദേഹവും മറ്റുള്ളവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു മറുപടി അല്ലെങ്കിൽ കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ജോൺ ലോറൻസ് ചെയ്യുന്നത് ശരിയാണോ? ശരിയെന്ന് പറയുന്നത് പലപ്പോഴും ആപേക്ഷികമായി പോകും. പലപ്പോഴും ആപേക്ഷികമാകണമെന്നല്ല ഞാൻ പറഞ്ഞ, ആപേക്ഷികമായി പോകും. അങ്ങനെയാണെങ്കിൽ ജോൺ ലോറൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ താൻ ചെയ്യുന്നത് ശരിയാണ്. ഇനി നമുക്ക് ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് എടുക്കാം. ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ ജോൺ ലോറൻസ് ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ശരിയാ. ഇനിയും ഈ അധിക്ഷേപം, ചീത്ത, പരിഹാസം, നിന്ന, അപമാനം, ഏറ്റവും തരംതാണ ഭാഷയിലുള്ള പ്രതികരണം, ഇതൊക്കെ റിസീവ് ചെയ്യേണ്ടി വരുന്ന ഞാനെന്ന ഈ പ്രസംഗകൻ അല്ലെങ്കിൽ അധ്യാപകൻ, എഴുത്തുകാരൻ, എൻ്റെ പെർസ്പെക്റ്റീവ് ശരിയാണോ? 100% ശരിയാണ്. ഇനി നമ്മൾ സാത്താൻ്റെ പെർസ്പെക്റ്റീവ് നോക്കിയാലോ? അതില്ലയോ സാത്താൻ ആഗ്രഹം? അത് ശരിയാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യം ജോൺ ലോറൻസിനോട് പറയാനുള്ളത്, ഈ കല്ലേറ് കൊണ്ട് മരിക്കുന്ന സമയത്ത് സ്റ്റെഫാനോ സ്വർഗത്തിലോട്ട് നോക്കി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുത് എന്ന്. അത് ഒരു വല്ലാത്ത മലയാള ഭാഷയാണ്. നമുക്ക് പെട്ടെന്ന് എൻ്റെ അർത്ഥം അങ്ങോട്ട് വിശദീകരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇങ്ങനൊരു വിശദീകരണം കൊടുക്കാം, അത് ശരിയായിരിക്കുന്നില്ല. ഇത് നിർത്തരുത്. ഇനി ഒരുപാട് പേരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ബാക്കി കിടപ്പുള്ളത്. സ്റ്റെഫാനോസിനെ കൊന്നുകൊണ്ട് നിർത്തിക്കളയരുത്. ഇനിയും ശിഷ്യന്മാർ ബാക്കി കിടക്കുക, അവരെ കൂടെ കല്ലെറിയണം. ദൈവം എനിക്ക് ആയുസ് തരുന്നിടത്തോളം, ആരോഗ്യം തരുന്നിടത്തോളം ഞാനിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ലോറൻസിനോട് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഇപ്പൊ പറയുന്നതിനേക്കാൾ കുറെ കൂടെ കഠിനമായ, കുറെ കൂടെ നീചമായ, നിന്ദ്യമായ ഭാഷ കണ്ടുപിടിച്ച അങ്ങനെ വേണം എന്നെ ചീത്ത പറയാൻ. ഇത് നല്ല, ശരിക്കും മനസ്സിന്
ഹൃദയം നോവിക്കുന്ന വാക്കുകൾ തന്നെയാണ്. പക്ഷെ അത്രയും പോരാ. കുറെ കൂടെ ഹാർഷായ, കുറെ കൂടെ ഹാർഡായ ഭാഷ ഉപയോഗിക്കണം. നിന്ദ്യമായ മലയാള ഭാഷയിൽ അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട് കേട്ടോ. അപ്പം അത് പലരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് അതൊക്കെ ഉപയോഗിച്ച് വേണം ഇനിയും അടുത്തുള്ള വീഡിയോ പറയാൻ. പ്രത്യേകിച്ച് ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ താഴെ നല്ല ഗംഭീര കാച്ചം കാച്ചി വെക്കണം. അപ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, ഒരു സ്വസ്ഥതയുണ്ടല്ലോ. വേട്ടവനെ ഞാൻ കൈകാര്യം ചെയ്യുന്നുള്ള ഒരു വീഡിയോ കിട്ടുന്നത്, നീ ദീനമായി കഴിക്കുക, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൈകാര്യം ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ഔദാര്യമൊന്നും തരണ്ട. മാക്സിമം അങ്ങ് കൈകാര്യം ചെയ്യണം. ഞാൻ അഡ്രസ്സൊക്കെ അയച്ചു തരാം. എൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിട്ട് അല്ലാണ്ടല്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ട്, അവരെ രണ്ട് കമ്പോ ഓരോ പിച്ചാത്തി ഓരോ കൊടുത്തേക്ക് വിട്ടേച്ചാൽ മതി. തല്ലണമെന്നോ കുത്തണമെന്നോ തോന്നിയൊക്കെ ചെയ്തോളണം, കുഴപ്പമുള്ള കാര്യമല്ല. അതിനൊന്നും ഒരു വിരോധമില്ല. അതില് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതെന്ന് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ചിന്തയുണ്ടാകുകയാണെങ്കിൽ, ഞാൻ അവരോട് മനസ്സിലാക്കാൻ വേണ്ടി, അതുപോലെ ജോൺ ലോറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു ദൈവ പൈതൽ ആയത് എൻ്റെ ഇഷ്ടത്തിലല്ല. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുമ്പ് പിതാവായ ദൈവം തനിക്ക് പ്രിയനായവനിൽ മുൻകൂട്ടി കണ്ട് തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം ദത്തെടുത്ത് ദൈവവൈതലാക്കി. അത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ജനിച്ച എത്രയോ വർഷങ്ങൾക്ക് ശേഷം എനിക്കത് അറിയാൻ കഴിഞ്ഞത്. അപ്പോഴാണ് പഴയ പാട്ടുകാരൻ്റെ പാട്ട് ഓർമ്മ വന്ന്, തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിന്റെ സ്നേഹം നേടി ഈ പാപിയാവന്നെ. ഇനി എന്നെ പറ്റി പറയാം. എന്നിൽ എന്ത് യോഗ്യത ഉണ്ടായിട്ടാ ദൈവം എന്നെ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയ സുവിശേഷം, ദൈവാത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വലിയ പ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നത്, കേട്ടോട് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ വചനം, അതിൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്യാൻ, എന്നെ തിരഞ്ഞെടുക്കാൻ എന്തോ യോഗ്യത. അത് ശമൂവേലിന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞത്. എന്തുവാ ഹന്നാമ്മച്ചി പറഞ്ഞത്? എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു, പ്രഭുക്കന്മാരോടുകൂടെ, ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തി മഹിമാസനം അവകാശമാക്കി കൊടുക്കുന്നു. എളിയവനെ പൊടിയിൽ നിന്ന് ദരിദ്രനെ കുപ്പയിൽ ഉയർത്തി. കർത്താവ് ഒരിക്കൽ യഹൂദന്മാരോട് പറഞ്ഞു, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കാൻ. എന്നോട് ഞാൻ പറയും, ഒരു കണ്ണിനും ദയില്ലാത്തയിടത്ത് ഏറ്റവും പുറംപറമ്പിൽ തള്ളപ്പെട്ട അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ തിരഞ്ഞെടുത്ത. ഞാൻ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ഈ ദൈവത്തെ ഞാൻ തിരഞ്ഞെടുത്തതല്ല, ഈ ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. പർപ്പസ് എന്തിനാ തിരഞ്ഞെടുത്തത്? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരുടെ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നിയമിച്ചു. ലോകസ്ഥാപനത്തിന് മുമ്പ് മുൻനിറഞ്ഞ് എന്നെ നിയമിച്ചു, ഡിസ്റ്റൈൻ ചെയ്തു. ഇതിനു വേണ്ടി തൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകാൻ.
യേശു ക്രിസ്തുവിനെ പോലെ ആകാൻ എന്നെ ഞാൻ അറിയാതിരുന്ന കാലത്ത് ദൈവം തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തുവിനെ പോലെ ആകാൻ എന്നെ തിരഞ്ഞെടുത്തു. ക്രിസ്തുവിന്റെ രണ്ട് രൂപങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ക്രിസ്തുവിന്റെ രണ്ട് രൂപങ്ങൾ. ഈ രണ്ട് രൂപങ്ങളോട് ഏകീഭവിക്കാനാണ്. ഈ രണ്ട് രൂപങ്ങളോട് ഏകീഭവിക്കാൻ. അതിനുമുമ്പ് ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരു ശകലം കൂടെ നിങ്ങളോട് പറയാൻ. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം മുതൽ വായിക്കണം. എൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്നെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ്. ഈ സെന്റൻസസ് ബ്രോക്കൺ ബൈ ടീയേഴ്സ് എന്നൊരു ഫ്രേസ് ഉണ്ട് ഡോക്ടർ ഷിവാഗോ എന്ന പ്രസിദ്ധമായ നോവലിന്. സെന്റൻസസ് ബ്രോക്കൺ ബൈ ടീയേഴ്സ്, കണ്ണുനീര് കൊണ്ട് മുറിഞ്ഞു പോകുന്ന വാചകങ്ങളെന്ന്. എൻ്റെ വീഡിയോയിൽ പലപ്പോഴും എനിക്ക് സംഭവിക്കാറുണ്ട്. ഞാൻ ബൈബിൾ വായിക്കുമ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമാകും ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കുന്നത് തന്നെ ഞങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പം ലോകത്തിൽ ഒരുപാട് ജ്ഞാനികളുണ്ട്. ഇപ്പം പൗലോസ് എഴുതുന്ന കാലത്തല്ലുണ്ട്, അഥവാ ലോകാഭിപ്രായം ജ്ഞാനികൾ ഏറെയില്ലെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ജോൺ ലോറൻസ് തന്നെ ഹീബ്രു റൂട്ട് സ്റ്റഡി 10 വർഷം ഹീബ്രു റൂട്ട് പഠിച്ച ആളാണെന്ന് പറയുണ്ടായി. ഈ 10 വർഷം ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന പറയുമ്പോൾ 7 years 5 years കണ്ടിന്യൂസ് ആയി കഴിയുമ്പോഴത്തേക്ക് ഒരാൾക്ക് റിസർച്ച് ഡിഗ്രി PhD കിട്ടും. ചിലർ 7 years എടുക്കും കുറെ കൂടെ ആഴമായിട്ട് സബ്ജക്റ്റ് പഠിക്കാൻ. ഈ 10 വർഷത്തേക്ക് ഒരു സബ്ജക്റ്റ് ഒരാൾ പഠിക്കുന്ന പറയുമ്പോൾ പ്രൊഫസർ ഓഫ് എമeritus ആണ്, ദ ഹയസ്റ്റ് ലെവലാണ്. അപ്പം ജോൺ ലോറൻസ് ഒക്കെ ആ ഹയസ്റ്റ് ലെവൽ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. ഞാൻ അങ്ങനല്ല. ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പാൻ ചില പോഷന്മാരെ തിരഞ്ഞെടുത്തു. ബലമുള്ളവരെ നല്ല കൈകരുതൽ. ജോൺ ലോറൻസിന്റെ ഒക്കെ ആ അപ്പിയറൻസ് എന്താണെന്നറിയാം. അവർ ലജ്ജിപ്പാൻ എന്നെ പോലെ വീൽ ചെയറിൽ നിന്ന് ഇറങ്ങുന്ന, എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ വേറൊരാൾ വന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോയെങ്കിലേ ഒക്കത്തുള്ളൂ. എൻ്റെ സ്വന്തം കൈ കൊണ്ട് ചോറ് വാരി കഴിക്കാനുള്ള ബലം എൻ്റെ വിരലുകൾക്കില്ല. ഒരു പേന പിടിച്ചെഴുതാൻ എൻ്റെ വിരലിന് ബലമില്ല. കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ തന്നെ പറ്റത്തില്ല. അത്രയും ബലഹീനാണ് ഞാൻ. അത്രയും ബലഹീന. നിരന്തരമായിട്ട് ഹോസ്പിറ്റൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പം എന്നെക്കാട്ടിൽ ബലഹീനായ ഒരാളെ നിങ്ങൾക്ക് സുവിശേഷ വേലയിൽ ഇംഗ്ലണ്ടിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാണുമെന്ന് തോന്നുന്നില്ല. എത്രയോ ബലവാന്മാരാണുള്ളത്. നമ്മുടെ ജോൺ ലോറൻസ് തന്നെ എത്രയോ വലിയ സ്കോളറാണല്ലേ. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഈ ബലഹീനനെ ദൈവം തിരഞ്ഞെടുത്തു. കുലീനന്മാരെ ലജ്ജിപ്പാൻ ദൈവം ചില കുലഹീനന്മാരെ തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിൽ പെട്ടുപോയ ഒരാളാണ് ഞാൻ. യോഗ്യത എന്ന് പറയാൻ ഒന്നുമില്ല, സീറോ. വിശുദ്ധ വേദപുസ്തകം എടുത്തുകൊണ്ട് മറ്റുള്ളവർ മുമ്പിൽ നിൽക്കാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു യോഗ്യതയുമില്ല. ദൈവത്തിന് ഇഷ്ടം തോന്നി, തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. അതിനിയും എന്നെ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമില്ല, ദൈവത്തോട് വരണം കേട്ടോ. ജോൺ ലോറൻസ്,
ദൈവം എന്തോ ഈ കാണിച്ചത്? ഈ ബാബു വേട്ടമലയെ പോലുള്ള കുറെ മുമ്പേ എന്നെ വിളിച്ച വാക്കുകളോ അങ്ങനത്തെ കുറെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെയൊക്കെയാണോ ബൈബിൾ പ്രസംഗിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഇവനെയൊക്കെയാണോ ബൈബിൾ പഠിപ്പിക്കാൻ എടുക്കേണ്ടത്? അത് നല്ല മിടുക്കന്മാരായ, നല്ല സ്മാർട്ടായ സിനിമാ നടന്മാരെ വെല്ലുന്ന പേഴ്സണാലിറ്റിയുള്ള ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പം ഇവനെ, ഈ നികൃഷ്ടനായ ഇവനെയാണോ തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കണം ദൈവത്തോട്. എന്തിനാ ഇവനെ തിരഞ്ഞെടുത്തുന്നത്? ഇനി തൻ്റെ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപനാകാൻ മുൻ നിയമിച്ചതാ. പുത്രന്റെ ഇപ്പൊ സ്വരൂപം എന്തുവാ? പുത്രൻ ഭൂമിയിലായിരുന്നപ്പോൾ താൻ എങ്ങനായിരുന്നു, പുത്രൻ സ്വർഗത്തിൽ എങ്ങനെയാണ്? ഈ രണ്ടു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഭൂമിയിലായിരുന്ന പുത്രനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രം രോഗം ശീലിച്ചവൻ, കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കൊണ്ട് നിന്ദിതൻ, നാമോ അവനെ ആദരിച്ചതുമില്ല. ഗലീലയിൽ രാജ്യത്തിന്റെ സുവിശേഷമൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പം ആളുകൾ ഇത് കേട്ട് യെരൂശലേമിൽ വെച്ചെന്ന് പറഞ്ഞു, ദാ ഇവിടെ വലിയ പ്രവാചകൻ വന്നിരിക്കുന്നു, മിക്കവാറും ക്രിസ്തു ആകാനായിരിക്കും സാധ്യത. നമുക്കറിയണമല്ലോ, കാര്യം ക്രിസ്തു വരാൻ സമയമായല്ലോ. അപ്പൊ അവിടുന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, പണ്ഡിതന്മാർ, സ്കോളേഴ്സ്, വലിയ നമ്മുടെ ജോൺ ലോറൻസിനെ പോലെ 10 വർഷമൊക്കെ ഹീബ്രു റൂട്ട് പഠിച്ചിട്ടുള്ള വലിയ ആളുകൾ വന്നു ഗലീലിൽ വന്ന് അന്വേഷിച്ചു. കർത്താവിനെ കണ്ടു. ഇവനോ? ഇവൻ കിറുക്കൻ, ഇവൻ കിറുക്കൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെതിരായിട്ട് ഉപയോഗിച്ച ആരോപണങ്ങൾ ഞാൻ പറയുമ്പോൾ അവർക്ക് മനസ്സിലായി, ഒന്ന്, ഇവൻ മറിയയുടെ മകൻ എന്ന് പറഞ്ഞ വർത്താനെന്നറിയാമോ? He was born out of fornication. Born out of fornication എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണിന് ഉള്ള അവിഹിത ബന്ധത്തിന് ഫോർണിക്കേഷൻ എന്ന് പറയുന്നത്. വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന അവിഹിത ബന്ധത്തിൽ ജനിച്ച കൊച്ചനാണെന്ന്. ഇസ് എ ബാസ്റ്റഡ്. എൻ്റെ കർത്താവിനെ അങ്ങനെ വിളിച്ചത്. എന്നെ ഇതുവരെ അത്രയും ആൾക്കാർ വിളിച്ചില്ല. 2, ഇവനൊരു ശമര്യക്കാരൻ. ശമര്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഈസ് ലോ കാസ്റ്റ്. ഞങ്ങളൊക്കെ വലിയ ഹൈ കാസ്റ്റ് ആൾക്കാരാണ്. നമ്മുടെ ആ നല്ല ആപ്പിൾ ചെത്തി പോലുള്ള ആ നിറവും ആ പേഴ്സണാലിറ്റിയും അപ്പീരൻസ് ഒക്കെ ഉണ്ടായി. എന്തുവാ ഇവനാരാ? ലോ കാസ്റ്റ്, ജാതിയിൽ താണവൻ. എൻ്റെ കർത്താവ് കേൾക്കേണ്ടി വന്നതാ. 3, കിറുക്കൻ, കിറുക്കൻ, ഭ്രാന്തൻ അല്ലേ? ആ കർത്താവിനോട് അനുരൂപനാകാൻ ഈ ഭൂമിയിൽ എന്നെ ദൈവം വിളിച്ചു. ആ കർത്താവിനോട് അനുരൂപനാകാൻ, നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണിയിരിക്കുന്നു. ആ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുക. പൗലോസ് പറഞ്ഞു, അവനിലിരിക്കണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. ഹല്ലേലൂയ. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. ഞാൻ വളരെ കംഫർട്ടബിളായ ജീവിതം നയിക്കുന്ന ഒരാളല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തല മുതൽ താഴെ വരെ വേദനിക്കാൻ ഒരു ഭാഗം ബാക്കിയില്ല. പൗലോസിനെ വെച്ച് പറയും, തോൺ ഇൻ ദ ഫ്ലഷ്. സാത്താന്റെ ദൂതം വന്ന് കുത്തു കാണുന്ന അതുപോലെ ന്യൂറോ കെമിക്കൽ ഇംബാലൻസ് കൊണ്ട് കുത്ത് ഒരു സൂചിയിട്ട് ശരീരത്തോട് കുത്തി ഇറക്കിയിട്ട് നിന്ന് കറക്കി എങ്ങനെ ഇരിക്കും?
അതുപോലുള്ള വേദന അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ. പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദറിൽ നിന്ന് ഞാൻ ഏറ്റെടുത്തൊരു ബൈബിളുണ്ട്. ഈ കാണുന്ന പഴയ പുസ്തകം ഒരാഴ്ചക്കാലം മുഴുവൻ കൊണ്ടു നടന്നിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് താൻ നിത്യതയിലേക്ക് പോയതാ. ഒരു ബാറ്റൻ കൈമാറിയതുപോലെ പിടിച്ചിരിക്കുക. ഇത് അത്ര സുഖകരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയല്ല. അപ്പം ഇത് ചെയ്യുന്നിടത്തോളം കാലം എന്തുവാ ഇതിന് പ്രതിഫലം കിട്ടുന്നത്? ഇതിനെന്തുവാ തിരിച്ചു കിട്ടാന്ന് കർത്താവ് പറഞ്ഞത്? രണ്ട് കാര്യം പറഞ്ഞുള്ളൂ. ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അത് കഷ്ടതയും പരിഹാസവും നിന്ദയും അപമാനവും അവസാനം അത് നിന്നെ കൊല്ലും. മറ്റൊന്ന്, എൻ്റെ നുകം ഏറ്റെന്നോട് പഠിക്കാൻ പറഞ്ഞു. നുകം കഷ്ടതയാ. ഇത് രണ്ടും ഓഫറിലുള്ളൂ. വലിയ കെട്ടിടം തരാം, വലിയ കാർ തരാം, വലിയ ജീപ്പ് തരാം, ലോകത്തിന്റെ ഉന്നതം നടക്കാമെന്നും ഉള്ള ആഗ്രഹിച്ചൊന്നും ഇറങ്ങിയാലോ ഈ പണിക്ക്. ഇത് തന്നെ ഏൽക്കാൻ വേണ്ടിയാ. ഇനിയും എൻ്റെ കർത്താവ് എന്താ ഭൂമി ചെയ്തത്? പരിഹസിച്ചിട്ട് തിരിച്ച് പരിഹസിച്ചില്ല. ഉപദ്രവിച്ചവരെ തിരിച്ചുപദ്രവിച്ചില്ല. കൊല്ലുവാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ നിൽക്കുന്ന ആട്. അതായിരുന്നു കർത്താവ്. കർത്താവ് ആരും പരിഹസിച്ചില്ല. കർത്താവ് ആരും ഉപദ്രവിച്ചില്ല. കർത്താവ് ആർക്കും പരിഹാസം തിരിച്ചു കൊടുത്തില്ല. ജോൺ ലോറൻസിന് താൻ എനിക്ക് തന്നത് ഒന്നും ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ല. അത് മുഴുവൻ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഷ്ടങ്ങളേറുമ്പോൾ ആശ്വാസമേറുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ എന്ന് എഴുതിയ വേട്ടമല്ലി പീലിപ്പോസ് കൊച്ചുമാണ് ഞാൻ. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിക്കാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ, പരിഹാസം ചൊല്ലി ജോൺ ലോറൻസ് നേർക്ക് വന്നാൽ സ്തോത്രം പാടി ആശ്വസിക്കാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം. അതാ ബാബു ജോൺ വേട്ടമലയുടെ ക്രിസ്ത്യ ജീവിതം. അവിടെ തിരിച്ച് പരിഹസിക്കാനും ചീത്ത വിളിക്കാനും, എന്നെ ചീത്ത വിളിക്കരുതെന്ന് പറയാനും, എന്നെ പരിഹസിക്കരുതെന്ന് പറയാനും ഞാൻ തയ്യാറല്ല. ലോറൻസ് continued with greater confidence. ഇന്നലെ ഇതുവരെ വിളിച്ചതിനേക്കാൾ കടുത്ത ഭാഷകൾ നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിലും പാരമ്പര്യത്തിലും നാട്ടിലും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതൊക്കെ ഒന്ന് എടുക്കണം. എടുത്തിട്ട് ബാബു ജോൺ വേട്ടമലയെ വീണ്ടും കുറെ കൂടെ ചീത്ത വിളിക്കണം. ഒരു പരാതി എനിക്കില്ല. അതെല്ലാം സന്തോഷത്തോടെ സഹിക്കുവാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിക്കാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം. അതാ ഞാൻ തുടങ്ങിയ ക്രിസ്ത്യ ജീവിതം. അങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ തന്നെ അവസാനിക്കത്തേ ഉള്ളൂ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചാൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഈ ഭൂമിയിൽ ഞാൻ എനിക്ക് വേണ്ടി കഷ്ടങ്ങളാൽ തികഞ്ഞവനായ എൻ്റെ കർത്താവിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുക. ഇത് കഴിയുമ്പോൾ ഇവിടേക്ക് കയറി വരുവീൻ എന്നുള്ളൊരു കാഹളനാദമുണ്ട്. അന്ന് ഉയർത്തെഴുന്നേറ്റ് ആ ദൈവസന്നിധി നിൽക്കുമ്പോൾ എനിക്ക് തരുന്ന ഒന്നാണ്, യോഹന്നാന്റെ പുസ്തകം, പ്രിയമുള്ളവരെ, നാം ഇപ്പൊ ദൈവമക്കളാ. ഇനി എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ ഒരു ദിവസം നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും. അന്ന് നാം അവനെ
തനിരിക്കുന്നത് പോലെ കാണുന്നവരാകൊണ്ട് അവനോട് സദൃശന്മാരായി തീരും. ഇന്ന് കർത്താവിനോട് സദൃശനായി ഭൂമിയിൽ കഷ്ടം അനുഭവിച്ച കർത്താവിനോട് അതിന് കിട്ടുന്ന ഒരവസരവും ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. അതിന് കിട്ടുന്ന ഒരവസരവും ഞാൻ നഷ്ടപ്പെടുന്നില്ല. എൻ്റെ ഇയർ 2002 ആരംഭിച്ച സുവിശേഷ ജീവിതം ഇപ്പം 25 years ആയില്ലേ. ഈ വർഷങ്ങൾ കൂടെ ഞാൻ കടന്നുപോയ കഷ്ടങ്ങളുടെ കഥ ഞാൻ പറയാറില്ല. അപൂർവം ചില സന്ദർഭങ്ങൾ പറയേണ്ട അത്യാവശ്യം ഉണ്ടായാൽ മാത്രമേ പറയത്തുള്ളൂ. അത് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ബാബു ജോൺ വേട്ടമൻ ഒരുപാട് ക്രിസ്തുവിന് വേണ്ടി സഹിച്ച ഒരാളാണ്. അങ്ങനെ നിങ്ങൾ എന്നെ വലിയവനാകണ്ട. അതുകൊണ്ട് ഞാൻ പറയാത്തത്. ഇനി എത്ര നാളുടെ ഭൂമിയിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഓഫ് എൻ്റെ മെഡിക്കൽ കണ്ടീഷൻസ് അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ അതുവരെയും കർത്താവ് സഹിച്ചതുപോലെ കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാൻ, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും. പൗരസ്ത്യ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ മുഖത്ത് ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുക. ജോൺ ലോറൻസേ, നിങ്ങൾ എത്ര ചീത്ത വിളിച്ചാലും അപമാനിച്ചാലും പരിഹസിച്ചാലും അതിൻ്റെയൊക്കെ അപ്പുറത്തൊരു തലത്തിലാണ് ബാബു ജോൺ വേട്ടമല നിൽക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അതിൽ നിന്നെ മാറ്റാൻ ആരും കഴിയത്തില്ല. ആ കർത്താവിന് തന്നെ ഇടപെടാതെ കൊല്ലുക, അറപ്പാനുള്ള ആടുവിനെ പോലെ എണ്ണുക. ഞാനോ എന്നെ സ്നേഹിച്ച കർത്താവ് മുതൽ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുക. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ. ജോൺ ലോറൻസേ, ആ കാറ്റഗറിയിലൊന്നും നിങ്ങൾ വരത്തില്ല. ഈ പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ഉയരത്തിനോ ആഴത്തിനോ എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുക. അതുകൊണ്ട് ജോൺ ലോറൻസ്, പ്ലീസ് കണ്ടിന്യൂ വിത്ത് കോൺഫിഡൻസ്. Please continue with confidence the ministry of abusing ബാബു ജോൺ വേട്ടമല. ബാബു ജോൺ വേട്ടമലയെ അബ്യൂസ് ചെയ്യുക എന്നുള്ള വലിയ ദൗത്യം ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.